ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗൈസ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ഡിസ്കോഡ് സോങ് ബോട്ടിന് മേക്ക് ചെയ്യാൻ പോവാണ്. നമ്മളൊരു ഡിസ്കോഡ് സോങ് ബോട്ടിന് മേക്ക് ചെയ്യാൻ പോകും. അപ്പോൾ ഡിസ്കോഡ് സോങ് ബോട്ടിന് എങ്ങനെ മേക്ക് ചെയ്യുക, എന്താണ് ഡിസ്കോഡ് സോങ് ബോട്ട്, എങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യുന്നൊക്കെ അറിയാത്തൊരു കുറേ ആൾക്കാർ കാണും. ആസ് യൂഷ്വൽ എന്തായാലും കുറേ പേര് കാണും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെർവർ ഇപ്പോൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു ബോട്ടിന് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ബോട്ടിനെ എങ്ങനെ ക്രിയേറ്റ് ആക്കാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൺട്രോൾ പാനലിൻ്റെ ഡെവലപ്പർ പാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് വരിക, ന്യൂ ആപ്ലിക്കൻസ് അടിക്കുക. ന്യൂ ആപ്ലിക്കൻസ് അടിച്ചതിന് ശേഷം ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഇരുന്നു ന്യൂ ആപ്ലിക്കൻറ്റ് അടിക്കുന്നു. നിങ്ങളുടെ പേരെന്താ വെച്ചിട്ട് പേരെന്താ വെച്ചാൽ ഇതിന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ അടിച്ചതിന് ശേഷം ബോട്ടിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ റീസെറ്റ് ടോക്കൺ ഉണ്ടാവും. റീസെറ്റ് ടോക്കൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ടോക്കൺ കിട്ടും. ഇവിടെ ബോട്ട്, അതുപോലെ ആപ്ലിക്കൻ കമാൻഡ്സ്, അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ കൊടുത്ത് ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെർവറിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് പേസ്റ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ബോട്ടിനെ സെർവറിലോട്ട് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അതൊരു ജസ്റ്റ് ബോട്ടിനെ എങ്ങനെ മേക്ക് ചെയ്യുക, ബോട്ടിനെ എങ്ങനെ സെർവറിൽ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ബോട്ടിനെ മ്യൂസിക് ബോട്ട് ആക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്ത് എഴുതിയത് മ്യൂസിക് ബോട്ട് ആക്കില്ല. അതിന് സോഴ്സ് കോഡ് വേണം. ഈ സോഴ്സ് കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ് എൻ്റെ ചാനൽ വരിക, ഗെയിം വിത്ത് ട്രാക്സിൻ്റെ ഡിസ്കോഡ് സെർവറിൽ വരിക. ഡിസ്കോഡ് സെർവറിൽ ലിങ്ക് കാണും. ആൻഡ് ഇവിടെ ആ ലിങ്ക് ഞാൻ ഇപ്പോൾ ഇടും. ഓക്കെ, ഈ വീഡിയോ അപ്ലോഡ് ആക്കി കഴിയുമ്പോൾ ഞാൻ ആ ലിങ്ക് സോഴ്സ് കോഡ് വിത്ത് അത് അയച്ചേക്കാം. അപ്പോൾ ഗൈസ് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സോഴ്സ് കോഡ് കിട്ടത്തുള്ളൂ. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഇത് വരുന്നത്, സോഴ്സ് കോഡ് വരുന്നത്. സോഴ്സ് കോഡിൽ ഇൻഡെക്സ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇൻഡെക്സ് ഇത്രയേ ഉള്ളൂ. ക്ലൈൻറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ കമാൻഡ്സ് ഉള്ളതെന്ന് അറിയാത്തവർക്ക് വേണ്ടി 30ഓളം കമാൻഡ്സ് കിടക്കുന്നുണ്ട്. മ്യൂസിക്കിന് വേണ്ടിയിട്ട് കമാൻഡ്, പിന്നെ ഫിൽറ്റേഴ്സ്, നിങ്ങൾക്ക് സോങ്സിനെ ബൂസ്റ്റ് ചെയ്യാം. അതുപോലെ പല ടൈപ്പ് ഓഫ് മാറ്റാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റും. ഓക്കെ, നിങ്ങൾ ഈ സോഴ്സ് കോഡിന് വന്ന് ഫോഗ് അടിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഒരു ടാബ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഐ തിങ്ക് മൈ റെക്കോർഡിങ് ഈസ് കറക്റ്റ്ലി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത കാര്യം. ന്യൂ ടാബ് അടിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ടാക്കി സീക്രട്ട് എറർ ഓപ്ഷൻ കാണാം. സീക്രട്ട്, ജസ്റ്റ് ആ സീക്രട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടൈപ്പ് ഓഫ് ടാഗ് ഇവിടെ ഓപ്പൺ ആയി വരും. ഈ ടാഗിൽ കുറച്ച് സാധനം കാണിക്കും. ടോക്കൺ, പ്രഫിക്സ് ഐ ഡി, അതുപോലെ ഓണർ ഐ ഡി. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പ്രഫിക്സ് എന്നത് വെച്ചാൽ എന്താ വെച്ചാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സെർവറിലൊന്ന് പോട്ടെ. ഓക്കെ, പ്രഫിക്സ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ എക്സ്പ്ലനേഷൻ മാർക്ക്, അതൊരു പ്രഫിക്സ് ആണ്. അതുപോലെ ഹാഷ്ടാഗ്, ഡോളർ, ക്വസ്റ്റ്യൻ മാർക്ക്, പ്ലസ്, മൈനസ്, ഇതൊക്കെ പ്രഫിക്സ് ആണ്. ഇങ്ങനത്തെ പോലത്തെ ഒരു ചിഹ്നങ്ങളാണ് പ്രഫിക്സ് എന്ന് പറയാം. അപ്പോൾ ഞാനൊരു പ്രഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു പ്രഫിക്സ് അപ്പോൾ ജസ്റ്റ് ഞാനൊരു എക്സ്പ്ലനേഷൻ മാർക്ക് ഇട്ട്, പ്രഫിക്സിന് എക്സ്പ്ലനേഷൻ മാർക്ക് ഇട്ട്, ഓക്കെ, ക്യാൻ സീ ദ എക്സ്പ്ലനേഷൻ മാർക്ക്. അതിനുശേഷം ഞാൻ ഓർഡർ ഐ ഡി ചൂസ് ചെയ്യുകയാണ്. ഓർഡർ ഐ ഡി ജസ്റ്റ് ഇവിടെ വരിക, കോപ്പി ദ ഐ ഡി, എൻ്റെ ഐ ഡി കിട്ടും. ഇതാണ് എൻ്റെ ഐ ഡി. ഇത് കോപ്പി ചെയ്യാൻ നിങ്ങളുടെ യൂസർ ഐ ഡി പിടിച്ചിട്ട് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കോപ്പി ആവും. ജസ്റ്റ് ഓണർ ഐ ഡി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ആഡ് സീക്രട്ട്, അതുപോലെ ഓണർ ഐ ഡി ആൾസോ ആഡ് സീക്രട്ട്, അത് കൊടുത്തു. ഇനി ടോക്കൺ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇവിടെ വന്നിട്ട് റീസെറ്റ് ടോക്കൺ അടിച്ചിട്ട് ടോക്കൺ എടുക്കുക. ഞാൻ ഓൾറെഡി ടോക്കൺ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ടോക്കൺ ഇവിടെ വന്നിട്ട് ആഡ് സീക്രട്ട്, ടോക്കണുമായി. ഇത്രയേ ഉള്ളൂ കേസ് നിങ്ങൾക്ക് ബോട്ടിൻ്റെ പണി എന്ന് വെച്ചാൽ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബോട്ടെല്ലാം സെറ്റായി. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ അടിക്കുകയാണ്. റൺ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കലപില പറഞ്ഞിട്ട് കുറച്ച് ഇൻസ്റ്റാളേഷൻ വരും. ഐ തിങ്ക് എൻ്റെ ഇത് ഓൾറെഡി ആ നോഡ് ഇൻസ്റ്റാൾ ആയതുകൊണ്ട് തന്നെ കണ്ട എൻ്റെ ബോട്ട് പപ്പായി ഡ്രാക്സീസ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ച്. അത് നിങ്ങൾക്ക് മര്യാദക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാൽ നിങ്ങളുടെ ബോട്ടിൻ്റെ പേര് എന്താണോ അതായിരിക്കും കേട്ടോ അവിടെ കാണിക്കുക. ഓക്കെ, എൻ്റെ ബോട്ടിൻ്റെ പേര് എന്താണെന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് മ്യൂസിക് DJ എന്നാണ് ബോട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോഴ്സ് കോഡും അത് തന്നെയായിരിക്കും. ഓക്കെ, ഞാനതുകൊണ്ട് ഒരു പുതിയ ടാബ് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ ഡിസ്കോഡ് വന്ന് നോക്കിയാൽ എൻ്റെ ബോട്ട് ഓൺലൈനിൽ വന്നു. യെസ്, കണ്ട എൻ്റെ ബോട്ട് ഇപ്പോൾ ഓൺലൈനിൽ വന്ന് അതിൻ്റെ അടുത്ത് നോക്കിയാൽ വാച്ചിങ് പ്രഫിക്സ് ഹെൽപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ്
മ്യൂസിക് ചാറ്റ് പോയിട്ട് ഞാനൊന്ന് ഹെൽപ്പ് അടിച്ച് നോക്കാൻ പോവാം. പ്രൊഫിക്സ് ഡെസ്റ്റിനേഷൻ ഹെൽപ്പ് എന്നടിക്കുന്നു. ഓക്കെ, എൻ്റെ ബോട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഫിൽറ്റേഴ്സ് പറഞ്ഞാൽ 18ഓളം ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് മ്യൂസിക്കിനെ പല ടൈപ്പ് ഓഫ് ഇത് ചെയ്യാൻ പറ്റും. വോളിയം എന്താ പറയുന്നത്, ബാസ് കൂട്ടാം, എക്കോ കൂട്ടാം, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് മ്യൂസിക് തന്നെ നിങ്ങൾക്ക് വേറെ കോമഡി ആക്കി എടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് കയറി ഞാനൊന്ന് പ്ലേ അടിക്കുകയാണ്. പ്ലേ അടിച്ചു, സോങ്ങിൻ്റെ പേരടിച്ച് പ്ലേ അടിച്ചു കൊടുത്ത്. പ്രിഫിക്സ് തന്നെ അല്ലേ? ഓക്കെ. ഓക്കെ, ഞാൻ ഓവർ ഇടുന്നില്ല. ഓവർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മിക്കവാറും കോപ്പി റൈറ്റും കിട്ടും. അതുകൊണ്ടാണ് ഗൈസ് ഓവർ ഇടാത്ത. അല്ലെങ്കിൽ ഓവർ കുറച്ചിട്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെയിൻ ട്യൂട്ടോറിയൽ എന്ന് വെച്ചാൽ. ഇനി ഇതെങ്ങനെ 24/7 ആക്കാം, ഇതിനെങ്ങനെ ഹോസ്റ്റിലിട്ടിട്ട് അപ്ലോഡ് ആക്കാം, ഹോസ്റ്റിൽ എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളതൊക്കെ വേറെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ സോഴ്സ് കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ബോട്ട് തന്നെ ട്രിപ്ലറ്റ് യൂസ് ചെയ്തിട്ട് അപ്പാക്കാൻ പറ്റും. ഇതൊരു ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ. സോഴ്സ് കോഡ് വേണമെന്നുണ്ടെങ്കിൽ കം ടു ഗെയിം വിത്ത് ട്രാക്സ് ഡിസ്കോഡ് ഒഫീഷ്യൽ സെർവർ. അവിടെ നോക്കി നിങ്ങൾക്ക് സോഴ്സ് കോഡ് കിട്ടും. ഓക്കെ, കിട്ടും. മെസ്സേജ് നോക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴെ കൊടുത്തിരിക്കാം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.